അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 4 പദങ്ങളാണുള്ളത്. ആദ്യത്തെ പദം അൽഹംദു. അഊദു എന്ന് പറഞ്ഞ അതേപോലെ ഹംസ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് താഴ്ത്തി ഉച്ചരിക്കണം. മലയാളത്തിലെ പോലെ അഊദു അൽഹംദു എന്ന് ഉച്ചരിക്കരുത്. അഊദു അൽഹംദു ഇഹ്ദിന. ഈ വരുമ്പോൾ ഇഹ്ദിന. വായ തുറന്നു വെച്ച അവസ്ഥയായിരിക്കണം. ചെരിച്ച് എ എന്നോ ചില ഈജിപ്ഷ്യൻസിനെ പോലെ സുക്കൂന് പോലെയൊന്നും ഉച്ചരിക്കരുത്. അൽഹംദു. ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുക. വായ തുറന്നു വെച്ച അവസ്ഥ. ഹ എന്നോ വായിൽ നിന്ന് ഹേ എന്നോ ഉച്ചരിക്കരുത്. അൽഹംദു. മീമിന് സുക്കൂനാണ്. അൽഹംദു എന്ന് പറയില്ല. അൽഹംദു. ദാലാണ് കാറ്റില്ലാതെ ദാല് നാവ് കൊണ്ട് ഉച്ചരിക്കുക. ദു ദാദി ദു. ഏത് ഹർഫിനും ദൊമ്മ വരുമ്പോൾ ചുണ്ട് മുമ്പോട്ട് റൗണ്ടാക്കി പിടിച്ച് കൂർപ്പിക്കണം. അപ്പൊ ദു എന്ന് പറയുമ്പോൾ ചുണ്ട് റൗണ്ടാക്കി പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ സുക്കൂന് പോലെ അൽഹംദുലില്ലാഹി. അൽഹംദു എന്നുള്ളത് അൽഹംദുലില്ലാഹി സുക്കൂന് പോലെയാവും. അപ്പൊ അൽഹംദു ലില്ലാഹി ഇസ്മു ജലാലയാണ്. നമ്മൾ അള്ളാഹ് ഉയർത്തി ഉച്ചരിക്കുന്നില്ല, ലാമിനെ താഴ്ത്തി ഉച്ചരിക്കാണ്. കാരണം അള്ളാഹിന് തൊട്ട് മുമ്പ് ലാമ് വന്നിട്ടുണ്ട്, അതിന് കെസറാണ്. ലില്ലാഹി. തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹി എന്ന് താഴെ ചുണ്ട് പരത്തി പിടിച്ച് കെസറ് കൊടുക്കുന്ന ആ രീതി അനുസരിച്ച് ഹറക്കത്ത് വ്യക്തമായി കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ. ഇവിടെ ശ്രദ്ധിക്കുക, റോ ഉയർത്തി വായ നിറച്ച് കാറ്റ് പുറത്തോട്ട് പോകാതെ ചുണ്ട് ഉപയോഗിക്കാതെ നാവ് കൊണ്ട് ചിരിക്കണം. റോ ഫത്ഹാണ്. ചുണ്ട് കൂർപ്പിച്ച് റോ എന്ന് പറയരുത്. റബ്ബിൽ. റോ നല്ല രീതിയിൽ ക്ലിയർ ആകുമ്പോൾ വരുന്നൊരു പ്രവണതയാണ് ബാഇന്റെ ഭംഗി പോവും. ബാഇന് കാറ്റൊക്കെ വന്നിട്ട് ഒരു പാ പോലെ റബ്ബിൽ എന്നായി പോവും. തെറ്റാണ്. ബാഇന് കാറ്റ് വരാൻ പാടില്ല. ചുണ്ട് കൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ്. ശബ്ദ കൊടുത്തുകൊണ്ട് റബ്ബിൽ. റബ്ബിൽ കണ്ടോ? റബ്ബിൽ റബ്ബിൽ ആലമീൻ. ഐനാണ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന്. നേരത്തെ അൽഹംദു റഹീം എന്നൊക്കെ പറഞ്ഞ ഹാഉം ഐനും തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരേണ്ട ഹർഫുകളാണ്. അപ്പോൾ ഐൻ. ഓക്കെ. ആലമീൻ. ഐൻ ഫത്ഹാണ്. അപ്പോൾ വായ തുറന്നു വെച്ച അവസ്ഥ. ചിലര് ചുണ്ട് കൂർപ്പിച്ച് ഓലമീൻ എന്നൊക്കെ പറയും. തെറ്റാണ്. ആലമീൻ. 2 കൗണ്ടേ നീട്ടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നീട്ടിയാൽ തെറ്റാണ്. 3 കൗണ്ട് ആയാൽ മദ്ദിന്റെ ശാഖ മാറി. അപ്പൊ തെറ്റാണ്. ഇപ്പൊ ആല ആല 2 കൗണ്ട്. ല ല താഴ്ത്തി ഉച്ചരിക്കുക. ലോമീൻ എന്നൊന്നും പറയണ്ട. ആല മീൻ ഒക്കെ താഴ്ത്തി ഉച്ചരിക്കുക. മദ്ദ് അരുതൊല്ലി സുക്കൂന് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുക്കൂനുള്ള നൂനിന് സുക്കൂന് കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കുന്നു. തൊട്ട് മുമ്പ് യാ മദ്ദിന്റെ ഹർഫായ യാ വരുന്നു. അതിന്റെ തൊട്ട് മുമ്പുള്ള മീമിന് ഹറക്കത്ത് കെസറായിട്ടാണ് വരുന്നത്. അപ്പോൾ മദ്ദ് അരുതൊല്ലി സുക്കൂന് വരുന്നുണ്ട്. 2, 4, 6 കൗണ്ട്. നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ 2 കൗണ്ടാണ് തുടക്കത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സൂറത്ത് അവസാനിക്കുന്നത് വരെ 2. ഉദാഹരണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഓക്കെ. ഇനി 4 കൗണ്ട് ആണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ സൂറത്ത് അവസാനിക്കുന്നത് വരെ. ഇനി 6 കൗണ്ട് ആണെങ്കിലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ അവസാനിക്കുന്നത് വരെ. ഇനി ഇവിടെ ശ്രദ്ധിക്കണം,
നമുക്ക് കൂട്ടി ഓതാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഇങ്ങനെയൊക്കെ കൂട്ടി ഓതാം. പക്ഷേ ഏറ്റവും നല്ലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിറാഅത്ത് ചെയ്ത പോലെ, നമസ്കാരത്തിൽ ഖിറാഅത്ത് ചെയ്ത പോലെ നിർത്തി നിർത്തി ഓതുന്നതാണ്. കാരണം നമുക്ക് അർത്ഥം ഉൾക്കൊള്ളാനും ഒന്ന് ചിന്തിക്കാനും, ആ ആയത്തിനെ തൊട്ടൊന്ന് ചിന്തിക്കാനും. കാരണം ഓരോ ആയത്ത് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മറുപടി പറയുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്, ഖുദ്സിയായ ഹദീസാണ്. അപ്പോൾ നിർത്തി നിർത്തി ചിന്തിച്ച് പാരായണം ചെയ്ത് പോകാൻ നല്ലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി സ്വീകരിക്കുന്നതാണ്. നിർത്തി നിർത്തി പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആലമീൻ, സുക്കൂനുള്ള നൂന് നമ്മൾ സുക്കൂന് കൊടുത്ത് അവസാനിപ്പിക്കുമ്പോൾ തരിമുക്കുന്നാണ് അവസാനിപ്പിക്കുക, വായിൽ നിന്നല്ല. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.